ഈ ഒരു ചാപ്റ്ററിൽ തേർഡ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് മോഡിഫൈഡ് മെൻഡേലിയൻ റേഷ്യോസ് ആണ്. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ മെൻഡേലിയൻ റേഷ്യോസ് ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്ന് മാറി മോഡിഫൈഡ് മെൻഡേലിയൻ റേഷ്യോസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. മോഡിഫൈഡ് മെൻഡേലിയൻ റേഷ്യോസ് പറയുന്ന സമയത്ത് എന്തായിരുന്നു മെൻഡേലിയൻ റേഷ്യോസ്, നമ്മൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാണ്. എന്തായിരുന്നു മെൻഡേലിയൻ റേഷ്യോസ്? മെൻഡേലിയൻ റേഷ്യോസിൽ ത്രൂ ഔട്ട് നമ്മൾ കണ്ട കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാ അത്? ഒന്നാമത്തത്, എവറി ഹെറിറ്റബിൾ ട്രൈറ്റ് ഈസ് ഗവേൺഡ് ബൈ എ സിംഗിൾ ജീൻ. ഒരു പെർട്ടിക്കുലർ ജീനാണ് ഓരോ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ടോൾ അല്ലെങ്കിൽ ഡ്വാർഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സിംഗിൾ ജീനായിരുന്നു. ദെൻ രണ്ടാമത്തത്, ഈച്ച് ജീൻ എക്സിസ്റ്റ് ഇൻ 2 അലിലിക് ഫോംസ്. ഒരു ഡോമിനന്റ് ആൻഡ് ഒരു റെസസീവ് ഫോമിലാണ് എല്ലാ ജീൻസും എക്സിസ്റ്റ് ചെയ്തിരുന്നത്. 1 allele is completely dominant over the other. ഡോമിനന്റ് അലീല് എല്ലാ സമയത്തും റെസസീവ് അലീലിനെക്കാളും ഡോമിനേറ്റ് ചെയ്ത് കാണപ്പെട്ടു. അലീൽ എക്സിബിറ്റ് സെഗ്രിഗേഷൻ ആൻഡ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് അലീൽസ് സെഗ്രിഗേഷനും ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റും കാണിച്ചു. ഹെട്രോസൈഗോട്ട് ഈസ് ഫിനോടിപ്പിക്കലി ഐഡന്റിക്കൽ ടു ഡോമിനന്റ് ഹോമോസൈഗോട്ട്. ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഡോമിനന്റ് ഹോമോസൈഗോട്ട് എന്ത് ക്യാരക്ടർ ആണോ കാണിക്കുക, ഫിനോടിപ്പിക്കലി സെയിം ക്യാരക്ടർ ആണ് ഹെട്രോസൈഗോട്ട് കാണിച്ചിരുന്നത്. ഇത്രയാണ് മെൻഡേലിയൻ റേഷ്യോസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. ശരിക്കും മെൻഡൽ ലക്കി ആയിരുന്നു. കാരണം മെൻഡൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മെൻഡലിന്റെ ബ്രീഡിംഗ് എക്സ്പെരിമെന്റിൽ, ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിൽ ഒരേ ടൈപ്പ് ഓഫ് റിസൾട്ട് മെൻഡലിന് കിട്ടി. ഒരു സ്ഥലത്ത് പോലും ഇതിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ മെൻഡൽ ഒബ്സർവ് ചെയ്തില്ല. അതിന് ഒരു മെയിൻ കാരണമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൈസം സെറ്റൈവം ബ്രീഡിംഗ് എക്സ്പെരിമെന്റിന് പറ്റിയ ഒരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അതിന്ന് മാറി പിന്നീട് ജനറ്റിക്സിൽ മോർ എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് എല്ലാ സമയത്തും ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് റേഷ്യോസ് അല്ല കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് നോൺ മെൻഡേലിയൻ റേഷ്യോസിന്റെ ആവശ്യം. സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വൈ നോൺ മെൻഡേലിയൻ റേഷ്യോസ്. അപ്പം മെൻഡേലിയൻ റേഷ്യോസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ റേഷ്യോസ് ഉണ്ട്. അപ്പം അതിന് കാരണം എന്താന്ന് വെച്ചാൽ, സിംഗിൾ ജീൻ മേ കൺട്രോൾ മെനി ട്രൈറ്റ്സ്. സിംഗിൾ ട്രൈറ്റ് മേ ബി കൺട്രോൾഡ് ബൈ സെവറൽ ജീൻസ്. ഇപ്പം മെൻഡേലിയൻ റേഷ്യോസ് ഡിഫറെൻ്റ് ആയിട്ട് ഒരു സിംഗിൾ ജീൻ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതും ഒരു ക്യാരക്ടറിനെ ഒരുപാട് ജീൻസ് കൺട്രോൾ ചെയ്യുന്നതായിട്ട് വരും. അതേപോലെ സം ജീൻസ് മേ എക്സിസ്റ്റ് ഇൻ മോർ ദാൻ 2 അലിലിക് ഫോംസ്. മോർ ദാൻ 2 അലിലിക് ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ജീൻസും ഉണ്ട്. Heterozygote may be phenotypically different from dominant and recessive homozygote. Dominant homozygote-ന്റെയോ recessive homozygote-ന്റെയോ ഫീച്ചേഴ്സ് കാണിക്കാത്ത heterozygote ഉണ്ട്. ഇന്റർമീഡിയറ്റ് ആയിരിക്കും. അങ്ങനത്തെ ഫീനോടൈപ്പ് കാണിക്കുന്ന റേഷ്യോസ് ഉണ്ട്. അതേപോലെ ഡിഫറെന്റ് ജീൻസ് ലൊക്കേറ്റഡ് ഓൺ സെയിം ഓർ ഡിഫറെന്റ് ക്രോമസോംസ് മേ ഇന്ററാക്ട് ടു പ്രൊഡ്യൂസ് നോവൽ ഫീനോടൈപ്പ്. അപ്പോൾ ഇവിടെ ഞാനൊരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ലാസ്റ്റ് പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ 2 ഹോമോലോഗസ് ക്രോമസോം പെയേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഒന്ന് റെഡ് കളറിലും ഒന്ന് ബ്ലൂ കളറിലും. അപ്പോൾ ഈ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ചില സമയത്ത് ഈ ഒരു ഹോമോലോഗസ് ക്രോമസോം പെയേഴ്സിൽ കാണുന്ന 2 ഡിഫറെന്റ് ജീൻസ്, 2 ഡിഫറെന്റ് ജീൻസ് ആണ് ക്യാപിറ്റൽ ആർ സ്മോൾ ആറും ക്യാപിറ്റൽ സി സ്മോൾ സി ആണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഈ രണ്ടും കൂടി ഇന്ററാക്ട് ചെയ്തിട്ട് ചില സമയത്ത് ഒരു പെർട്ടിക്കുലർ ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യാം. അതായത് 2 ഡിഫറെന്റ് ഹോമോലോഗസ് ക്രോമസോമിൽ കാണുന്ന 2 ഡിഫറെന്റ് ജീൻസ് ഇന്ററാക്ട് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെയൊക്കെ കേസിലാണ് നോൺ മെൻഡേലിയൻ റേഷ്യോസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ബേറ്റ്സൺ ആണ് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഒരു പെർട്ടിക്കുലർ ട്രയറ്റിനെ മോർ ദാൻ 1 ജീന് കൺട്രോൾ ചെയ്യുക. അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് കൺസെപ്റ്റ് ഓഫ് ജീൻ ഇന്ററാക്ഷൻ ഓർ ഫാക്ടർ ഹൈപ്പോത്തിസിസ്. ആൻഡ് കൺസെപ്റ്റ് ഓഫ് ജീൻ ഇന്ററാക്ഷൻ വരുന്ന സമയത്ത് ഇറ്റ് മോഡിഫൈ മെൻഡേലിയൻ റേഷ്യോസ്. ആൻഡ് മെൻഡേലിയൻ റേഷ്യോസ് അല്ല നമുക്കപ്പോൾ കിട്ടുക. കാരണം മെൻഡേലിയൻ റേഷ്യോയിൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്തിരുന്നത് ഒരു പെർട്ടിക്കുലർ ജീനായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ട്രയറ്റിനെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ മോർ ദാൻ 1 ജീന് കൺട്രോൾ ചെയ്യുമ്പോൾ മെൻഡേലിയൻ റേഷ്യോസ് അതെന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യും. According to factor hypothesis, every trait is the product of interaction of different genes. അപ്പം ഫാക്ടർ ഹൈപ്പോത്തിസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ,
ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ ഒരുപാട് ജീൻസ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ജീൻസ് കൺട്രോൾ ചെയ്യുന്നതിന് ആ ഒരു കൺസെപ്റ്റിനെയാണ് ഫാക്ടർ ഹൈപ്പോത്തസിസ് എന്ന് പറയാം. Allelic and non-allelic interactions എന്താന്ന് നോക്കാം. Allelic interaction occur between alleles of the same gene located on identical loci on homologous chromosome. അതായത് ഒരു ഹോമോലോഗസ് ക്രോമസോം പെയറിൻ്റെ ഐഡൻറ്റിക്കൽ ലോസയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന രണ്ട് ഡിഫറെൻറ്റ് അല്ലീൽസ് ഇൻ്ററാക്ട് ചെയ്തൊരു പെർട്ടിക്കുലർ ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് അല്ലീലിക് ഇൻ്ററാക്ഷൻ എന്ന് പറയാം. അപ്പോൾ എക്സാമ്പിൾ ഞാനിവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് കളറിൽ ഹോമോലോഗസ് ക്രോമസോം പെയറിനെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഐഡൻറ്റിക്കൽ ലോസയിൽ 2 ഡിഫറെൻറ്റ് അല്ലീൽസിനെ കാണിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ ആറും സ്മോൾ ആറും. അപ്പം ഈ ക്യാപിറ്റൽ ആറ് റെപ്രസെൻ്റ് ചെയ്യുന്നത് റെഡ് ഫ്ലവറിനെയും സ്മോൾ ആറ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വൈറ്റ് ഫ്ലവറിനെയാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മെൻഡേലിയൻ റേഷ്യോയിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറഞ്ഞ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ അതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞത് റെഡ് ആയിരിക്കും. പക്ഷേ നോൺ മെൻഡേലിയൻ റേഷ്യോയിലെ അലെലിക് ഇൻട്രാക്ഷനിൽ വരുമ്പോൾ ക്യാപിറ്റൽ ആർ റെഡിനെയും സ്മോൾ ആർ വൈറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ കൂടി ഹെട്രോസൈഗസ് കണ്ടീഷൻ ആയിട്ടുള്ള ക്യാപിറ്റൽ ആർ സ്മോൾ ആറിൽ അത് റെഡും ആവില്ല വൈറ്റും ആവില്ല, മറിച്ച് ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്ലവർ കളർ ആയിരിക്കും, പിങ്ക് എന്നുള്ളൊരു കളറായിരിക്കും. അപ്പോൾ അതാണ് അല്ലെലിക് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞത്, ഇൻ്റർമീഡിയറ്റ്. അപ്പം അല്ലെലിക് ഇൻട്രാക്ഷൻ എന്ന് അതിന് പറയാൻ കാരണം ഒരു ഹോമോലോഗസ് ക്രോമസോമിൻ്റെ ഐഡൻറ്റിക്കൽ ലോസയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന 2 ഡിഫറെൻറ്റ് അലീൽസ് ഇൻ്ററാക്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതായതുകൊണ്ടാണ് അല്ലെലിക് ഇൻട്രാക്ഷൻ എന്ന് പറയാം. ദെൻ നോൺ അല്ലെലിക് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഒക്കർ ബിറ്റ്വീൻ alleles of different genes located at different loci on same or different chromosomes. അപ്പോൾ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ജീൻസ് ആവാം, 2 ഡിഫറെൻറ്റ് ക്രോമസോമുമലാവാം, അല്ലെങ്കിൽ ഒരു ഹോമോലോഗസ് ക്രോമസോം പെയറിൻ്റെ 2 ഡിഫറെൻറ്റ് പൊസിഷനിലാവാം. ഇങ്ങനെ 2 ഡിഫറെൻറ്റ് ജീൻസ് ഒരു പെർട്ടിക്കുലർ ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നോൺ അല്ലെലിക് ഇൻട്രാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ റെഡ് കളറിലൊരു ഹോമോലോഗസ് ക്രോമസോം പെയറും ബ്ലൂ കളറിൽ വേറൊരു ഹോമോലോഗസ് ക്രോമസോം പെയറും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ഹോമോലോഗസ് ക്രോമസോം പെയറിൽ ഞാൻ ക്യാപിറ്റൽ പി സ്മോൾ പി എന്ന് പറഞ്ഞിട്ടുള്ള 2 അല്ലീൽസും മറ്റതിൽ ക്യാപിറ്റൽ സി സ്മോൾ സി എന്ന് പറഞ്ഞിട്ടുള്ള 2 അല്ലീൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോൺ അല്ലെലിക് ഇൻട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രോമസോം പെയേഴ്സിൽ കാണിച്ചിട്ടുള്ള 2 ഡിഫറെൻറ്റ് ജീൻസ്, ഒരു ജീനിൻ്റെ 2 അല്ലീൽസ് ആണ് ക്യാപിറ്റൽ പി സ്മോൾ പി, ആൻഡ് വേറൊരു ജീനിൻ്റെ 2 അല്ലീൽസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ള ക്യാപിറ്റൽ സി സ്മോൾ സി. ആൻഡ് ഈ രണ്ടും കൂടി ഇൻ്ററാക്ട് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിന് കാരണമാവുന്നുണ്ടെങ്കിൽ അതിനെയാണ് നോൺ അല്ലെലിക് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നോൺ അല്ലെലിക് ആയത് എന്തുകൊണ്ടാണ്? 2 ഡിഫറെൻറ്റ് ജീൻസിൻ്റെ ഡിഫറെൻറ്റ് അല്ലീൽസ് ആണ് ഇൻ്ററാക്ട് ചെയ്യുന്നത്. അപ്പം അത് ഡിഫറെൻറ്റ് ഹോമോലോഗസ് ക്രോമസോമലാവാം, അല്ലെങ്കിൽ ഒരു ഹോമോലോഗസ് ക്രോമസോം പെയറിൻ്റെ മുകളിലും താഴത്തും ആവാം, അങ്ങനെയും വരാം. അപ്പം അതുകൊണ്ടാണ് അതിനെ നോൺ അല്ലെലിക് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് അല്ലെലിക് ആൻഡ് നോൺ അല്ലെലിക് ഇൻട്രാക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. നോൺ മെൻഡേലിയൻ റേഷ്യോസിൽ അല്ലെലിക് ഇൻട്രാക്ഷനിൽ തന്നെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസും നോൺ അല്ലെലിക് ഇൻട്രാക്ഷനിൽ കോംപ്ലിമെൻ്ററി ജീൻ ആക്ഷനും എപ്പിസ്റ്റാസിസും ആണ്. എപ്പിസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസും റെസസീവ് എപ്പിസ്റ്റാസിസും ഉണ്ട്. നിങ്ങൾക്ക് ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് മാത്രമാണ് പഠിക്കാനുള്ളത്. അല്ലെലിക് ഇൻട്രാക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് മാത്രമാണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താന്ന് വെച്ചാൽ ഡോമിനൻ്റ് അലീൽ ഈസ് പാർഷ്യലി എക്സ്പ്രസ്ഡ് ഇൻ ഹെട്രോസൈഗോട്ട്. Hence, phenotype of heterozygote will be in between dominant and recessive homozygote. അതായത് ഞാനിവിടെ ഒരു ക്രോസ് കൊടുത്തിട്ടുണ്ട്. ക്രോസിലേക്ക് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഹൈബ്രിഡൈസേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് റെഡ് ഫ്ലവേർഡും ഒന്ന് വൈറ്റ് ഫ്ലവേർഡും ആണ്. സോ റെഡ് ഫ്ലവേർഡ് ഹോമോസൈഗസ് ക്യാപിറ്റൽ ആറിനെ വൈറ്റ് കളേർഡ് ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള സ്മോൾ ആർ ആയിട്ട് ക്രോസ് ചെയ്യുകയാണ്. നമ്മൾ മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസ് ചെയ്ത അതേപോലെ അവിടെ നമ്മൾ ക്യാരക്ടേഴ്സ് എടുത്തിരുന്നത് ടോൾ ഇൻറ്റു ഡാർഫ് ആയിരുന്നു. ഇവിടെ നമ്മൾ റെഡ് ഇൻറ്റു വൈറ്റ്, റെഡ് ഈസ് ദ ഡോമിനൻറ്റ് ക്യാരക്ടർ ആൻഡ് വൈറ്റ് ഈസ് ദ റെസസീവ് ക്യാരക്ടർ. അപ്പോൾ ഇങ്ങനൊരു ക്രോസ് ചെയ്യുന്ന സമയത്ത് മെൻഡേലിയൻ റേഷ്യോയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്
ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ, അതായത് F1 ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനാണ്. ആൻഡ് ഈ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഇതിൻ്റെ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞത് ഡോമിനൻ്റ് ആയിട്ടുള്ള പാരൻറ്റിൻ്റെ അതേ ഫീനോടൈപ്പ് ആയിരുന്നു. അങ്ങനെ വരുമ്പോൾ റെഡ് എന്നുള്ള കളറാണ് വരേണ്ടിയിരുന്നത്. പക്ഷേ അലിലിക് ഇൻട്രാക്ഷൻ നോൺ മെൻഡേലിയൻ റേഷ്യോസിലെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആണ് അതിൻ്റെ ഡോമിനൻസ്. ഒരു ഡോമിനൻറ്റ് അലീലിനെ F1 ജനറേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് പാർഷ്യലി എക്സ്പ്രസ്ഡ്. റെഡ് പാർഷ്യലി ആണ് F1 എക്സ്പ്രസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ F1 ഫീനോടൈപ്പ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? പിങ്ക് ആയിരിക്കും. അതായത് ഫീനോടൈപ്പ് ഓഫ് ഹെട്രോസൈഗോട്ട് വിൽ ബി ഇൻ ബിറ്റ്വീൻ ഡോമിനൻറ്റ് ആൻഡ് റെസസീവ് ഹോമോസൈഗോട്ട്. ആൻഡ് ഇതിനൊരു എക്സാമ്പിൾ, അപ്പോൾ എല്ലാ ടൈപ്പ് പ്ലാന്റ്സിലും ഇത് കാണൂല. നമ്മൾ പൈസം സറ്റൈവത്തിൻ്റെ കേസിൽ അതിൻ്റെ ടോൾ ഇൻറ്റു ഡാർഫ് ചെയ്തപ്പോൾ നമുക്ക് ടോൾ പ്ലാന്റ്സ് കിട്ടി. അത് മെൻഡേലിയൻ റേഷ്യോ അനുസരിക്കുന്ന പ്ലാന്റ്സ് ആണ്. ആൻഡ് ഈ ഒരു അലിലിക് ഇൻട്രാക്ഷനിലെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വരുന്ന ഒരു പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു എക്സാമ്പിളാണ് ഇൻഹെറിറ്റൻസ് ഓഫ് ഫ്ലവർ കളർ ഇൻ ഫ്ലോറോക്ലോക്ക് പ്ലാന്റ് മിറാബിലിസ് ജാലപ്പ. മിറാബിലിസ് ജാലപ്പ എന്ന് പറഞ്ഞത് നമ്മളെ 4 മണി പ്ലാന്റ് ആണ്. ഒരു പിങ്ക് കളറിൽ നമ്മൾ കാണുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ആ ഒരു കൊമേഴ്സ് ബ്ലോക്കിൻ്റെ സൈഡിലൊക്കെ നമ്മളെ കോളേജിലുണ്ട്. ആ പ്ലാന്റ് ആണ് മിറാബിലിസ് ജാലപ്പ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് മിറാബിലിസ് ജാലപ്പ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്സിൽ 2 വെറൈറ്റി ഉള്ളത്. ഒന്ന് റെഡ് ഫ്ലവേർഡും ഒന്ന് വൈറ്റ് ഫ്ലവേർഡും. റെഡ് ശരിക്കും ഡോമിനൻ്റ് ആണ്, വൈറ്റ് റെസസീവ് ആണ്. വെൻ ഹോമോസൈഗസ് റെഡ് ഈസ് ക്രോസ്ഡ് വിത്ത് ഹോമോസൈഗസ് വൈറ്റ് F1 വിൽ ബി പിങ്ക്. അത് മെൻഡേലിയൻ റേഷ്യോയിലായിരുന്നുവെങ്കിൽ F1 എന്തായിരിക്കും? റെഡ് ആയിരിക്കും. അപ്പോൾ ഈ പിങ്ക് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ദ ഇൻ്റർമീഡിയറ്റ് ഫീനോടൈപ്പ് ബിറ്റ്വീൻ റെഡ് ആൻഡ് വൈറ്റ് ആണ്. ബിക്കോസ് റെഡ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ഓവർ വൈറ്റ്. ആൻഡ് ഈ ഒരു ക്രോസിലേക്ക് വീണ്ടും ശ്രദ്ധിക്കുക. ഈ ക്രോസിൻ്റെ F1 നമ്മൾ സെൽഫ് പോളിനേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറഞ്ഞത് ഫീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആണ്. ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും 1:2:1 ആണ്. അപ്പോൾ ഈ 1:2:1 എന്ന് പറഞ്ഞത് ശരിക്കും മെൻഡേലിയൻ റേഷ്യോയിലും വരുന്നതാണ്. 1:2:1 ആണ് നമ്മളെ മെൻഡേലിയൻ റേഷ്യോയിലെ ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് അതിന്ന് ഡിഫറെൻ്റ് ആണ്. F2 പ്രൊഡ്യൂസർ 1:2:1 റേഷ്യോ. ഇറ്റ് റിസംബിൾസ് മെൻഡൽസ് മോണോഹൈബ്രിഡ് റേഷ്യോ. സ്റ്റിൽ ദെൻ pink flowered heterozygous is phenotypically different from dominant homozygote. അപ്പം അതിൻ്റെ കേസിൽ നമ്മൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീനോടൈപ്പ് വരുന്നതുകൊണ്ടാണ് 1:2:1 കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ജീനോടൈപ്പും ഫീനോടൈപ്പും എന്താണ്? ഡിഫറെൻ്റ് ആണ്. സോ ജീനോട്ടിപ്പിക് ആൻഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞത് 1:2:1 ആയിരിക്കും. അലിലിക് ഇൻട്രാക്ഷനിൽ നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് നോൺ അലിലിക് ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ അലിലിക് ഇൻട്രാക്ഷൻ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫ്ലവർ കളർ ഇൻ മിറാബിലിസ് ജാലപ്പയാണ്. ദെൻ നോൺ അലിലിക് ഇൻട്രാക്ഷനിൽ നമുക്ക് 2 ടൈപ്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് കോംപ്ലിമെൻ്ററി ജീൻ ആക്ഷനും ഒന്ന് എപ്പിസ്റ്റാസിസും ആണ്. അതിൽ ഫസ്റ്റ് വൺ കോംപ്ലിമെൻ്ററി ജീൻ ആക്ഷൻ. കോംപ്ലിമെൻ്ററി ജീൻ ആക്ഷൻ മീൻസ് ഇറ്റ് ഈസ് ദ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ നോൺ അലിലിക് ജീൻസ് in which genes complement each other to produce a phenotype which neither of them can produce separately. So both genes are essential to produce a particular phenotype. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോൺ അലിലിക് ഇൻട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ 2 ക്രോമസോമിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു ക്രോമസോമിൻ്റെ ഡിഫറെൻറ്റ് പൊസിഷനിൽ കാണുന്ന നോൺ അലിലിക് ജീൻസ് ഇൻ്ററാക്ട് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫീനോടൈപ്പാണ്. ആൻഡ് ഈ ഒരു ഇൻ്ററാക്ഷൻ എങ്ങനെയെന്ന് വെച്ചാൽ 2 ജീൻസിൻ്റെയും ഓരോ അലീൽസെങ്കിലും ഡോമിനൻ്റ് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു പെർട്ടിക്കുലർ ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ക്ലിയർ ആണോ? അതായത് നോൺ അലിലിക് ഇൻട്രാക്ഷൻ ആണ്. 2 ജീൻസ് ഇൻ്ററാക്ട് ചെയ്തിട്ടാണ് ഒരു പെർട്ടിക്കുലർ ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 ജീൻസിൻ്റെയും ഓരോ അലീൽസ് വീതം നിർബന്ധമായിട്ടും ഡോമിനൻ്റ് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു പെർട്ടിക്കുലർ ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതർവൈസ് അത് റെസസീവ് കണ്ടീഷനിലുള്ള ഫീനോടൈപ്പ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള 2 ജീൻസിൻ്റെ ഇൻ്ററാക്ഷനാന്ന് പറഞ്ഞു. ഒരു ജീന് ഡിറ്റർമൈനറായിട്ടും മറ്റൊരു ജീന് ഇനീഷ്യേറ്ററായിട്ടും ആക്ട് ചെയ്യും. ആൻഡ് എക്സാമ്പിൾ ഫോർ കോംപ്ലിമെൻ്ററി ജീൻ ആക്ഷൻ എന്ന് പറഞ്ഞത് ഫ്ലവർ കളർ ഇൻ സ്വീറ്റ് പീ ലതൈറസ് ഒഡോറേറ്റസ്.
കോംപ്ലിമെൻ്ററി ജീൻ ആക്ഷൻ എക്സാമ്പിളായിട്ട് പറയുന്നത് ഫ്ലവർ കളർ ഇൻ സ്വീറ്റ് പീ ഓർ ലഥൈറസ് ഒഡോറേറ്റസ് ആണ്. ഇത് ഫസ്റ്റ് ടൈം സ്റ്റഡി ചെയ്തിട്ടുള്ളത് ബേറ്റ്സൺ ആണ്. ആൻഡ് ഹി കണ്ടക്റ്റഡ് 3 എക്സ്പെരിമെൻറ്റ്. ബേറ്റ്സണിൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഹി ക്രോസ്ഡ് റെഡ് ഫ്ലവേർഡ് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവേർഡ് വൺ. F1 were all red flowered. Self-pollination of F1 produced F2 of red and white in the ratio 3:1. ഇത് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും മെൻഡൽ ചെയ്ത മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ അതേപോലെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. റെഡിനെയും വൈറ്റിനെയും ക്രോസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്ത F1 റെഡ്, ആ റെഡിന് സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ F2 കിട്ടിയത് 3:1 റേഷ്യോയിൽ റെഡും വൈറ്റും. പക്ഷേ ഇതിൻ്റെ ജീനോടൈപ്പ് നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുക. അപ്പോൾ ഇതിൽ 2 പാരൻസിൻ്റെ ജീനോടൈപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് പാരൻറ്റിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ സി റെഡാണ്. ഓൾ അലീൽസ് ഡോമിനൻ്റ് അലീൽസ് ആണ്. ദെൻ സെക്കൻഡ് പാരൻറ്റ് നോക്കുക സ്മോൾ ആർ ക്യാപിറ്റൽ സി വൈറ്റ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വൈറ്റ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി ജീൻ ആക്ഷൻ ഒരു നോൺ അലിലിക് ഇൻ്ററാക്ഷൻ ആണ്. അതായത് 2 ഡിഫറെൻറ്റ് ജീൻസ് ഇൻ്ററാക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻ്ററാക്റ്റ് ചെയ്തിട്ടല്ല കോംപ്ലിമെൻ്റ് ചെയ്തിട്ടാണ് ഒരു പെർട്ടിക്കുലർ ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് 2 അല്ലീൽസും എന്തെങ്കിലും ഒന്ന് സംഭാവന ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ റെഡ് എന്നുള്ള ഒരു കളറ് കിട്ടുള്ളൂ. അപ്പം ഇവിടെ സംഭാവന ചെയ്യണമെങ്കിൽ 2ൻ്റെയും ഓരോ അലീൽസെങ്കിലും അറ്റ്ലീസ്റ്റ് 1 അലീലെങ്കിലും എന്ത് ചെയ്യണം, ഡോമിനൻറ്റ് സ്റ്റേറ്റിൽ കാണണം. അപ്പോൾ ഈ വൈറ്റ് ആയിട്ടുള്ള പാരൻറ്റിന് ആർ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അതായത് സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനിലാണ് വന്നത്. അപ്പോൾ ഈ സ്മോൾ ആറിന് പകരം ഒന്നെങ്കിലും ക്യാപിറ്റൽ ആർ ആയിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഫീനോടൈപ്പും എന്താവും, റെഡ് ആവും. അപ്പം ഇത് രണ്ടും സ്മോൾ ആർ കണ്ടീഷനിൽ വന്നതുകൊണ്ടാണ് ഇത് വൈറ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇത് ക്രോസ് ചെയ്തപ്പം കിട്ടിയിട്ടുള്ളത് റെഡാണ് F1-ൽ. ദെൻ F2 ജനറേഷനിൽ 3:1 റേഷ്യോയിൽ റെഡ് ആൻഡ് വൈറ്റ് കിട്ടി. ദെൻ സെക്കൻഡ് എക്സ്പെരിമെൻ്റ് എന്തായിരുന്നു വെച്ചാൽ ഹി ക്രോസ്ഡ് സെയിം ക്രോസ് ആണ്, പക്ഷേ റെഡ് ആൻഡ് വൈറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് എന്ന് പറഞ്ഞത് വേറൊരു വെറൈറ്റിയാണ്. വേറൊരു വെറൈറ്റി ഓഫ് വൈറ്റ് ഫ്ലവറിനെയാണ് എടുത്തിട്ടുള്ളത്. ഹി ക്രോസ്ഡ് റെഡ് ഫ്ലവേർഡ് പ്ലാന്റ് വിത്ത് അനദർ വെറൈറ്റി ഓഫ് വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ്. റിസൾട്ട് വാസ് എക്സാക്ട്ലി സിമിലർ ടു ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. അപ്പം എന്താണ് ഈ അനദർ വെറൈറ്റി ഓഫ് വൈറ്റ് ഫ്ലവേർഡ് എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ഈ ക്രോസിലേക്ക് നോക്കണം. അപ്പം ക്രോസിലെ ഫസ്റ്റ് പാരൻ്റ് എന്ന് പറഞ്ഞത് നമ്മളെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിലെ സെയിം പാരൻ്റാണ് ഒരു പാരൻ്റായിട്ട് വരുന്നത്. രണ്ടാമത്തെ പാരൻറ്റിനെ ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ ക്യാപിറ്റൽ സി ആയിരുന്നു ഡോമിനൻ്റ് കണ്ടീഷനിൽ വന്നതെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ആർ ഡോമിനൻ്റിൽ വന്നിട്ടുണ്ട് ആൻഡ് സ്മോൾ സി റെസസീവിലാണ് വന്നത്. അപ്പോൾ കോംപ്ലിമെൻ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഫീനോടൈപ്പാണ് ഇതിൻ്റെ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. അപ്പം ഇവിടെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ സ്മോൾ സിക്കൊന്നുമില്ല, അത് റെസസീവ് കണ്ടീഷനിലാണ് വന്നിട്ടുള്ളത്. സോ കോംപ്ലിമെൻ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞത് വൈറ്റ് ആയിരിക്കും. അപ്പോൾ കിട്ടിയിട്ടുള്ള റേഷ്യോ എന്ന് പറയുമ്പം F1-ൻ്റെ കേസിൽ ഓൾ റെഡ് ഫ്ലവേർഡ് ആണ് ആൻഡ് ഇതിന് കിട്ടിയിട്ടുള്ള റേഷ്യോ 3:1 റേഷ്യോ തന്നെയാണ് റെഡ് ഇൻറ്റു വൈറ്റ് എന്നുള്ളത്. ആദ്യത്തെ 2 എക്സ്പെരിമെൻറ്റിലും ബേറ്റ്സൺ ക്രോസ് ചെയ്തത് ഒരു റെഡ് ഫ്ലവറിനെ ഒരു വൈറ്റുമായിട്ടാണ്. പക്ഷേ മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റ് ബേറ്റ്സൺ 2 വൈറ്റ് വെറൈറ്റി പ്ലാന്റ്സിനെയാണ് ക്രോസ് ചെയ്തത്. വൈറ്റ് തന്നെയാണ് മെയിൽ പാരൻറ്റും വൈറ്റ് തന്നെയാണ് ഫീമെയിൽ പാരൻറ്റും. ആൻഡ് ക്രോസ് ചെയ്തപ്പം കിട്ടിയിട്ടുള്ള F1 എന്ന് പറഞ്ഞത് റെഡ് ഫ്ലവേർഡ് ആയിരുന്നു. അവിടെയാണ് ഇതിൻ്റെ ഒരു ട്വിസ്റ്റ്. വൈറ്റ് ഇൻറ്റു വൈറ്റ് ക്രോസ് ചെയ്ത സമയത്ത് എന്തുകൊണ്ട് റെഡ് കിട്ടി എന്നുള്ളത്. ആൻഡ് F1-ന് സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ 9:7 റേഷ്യോയിൽ റെഡ് ഇൻറ്റു വൈറ്റും കിട്ടി. അതായത് റെഡ് ആൻഡ് വൈറ്റ് 9:7 റേഷ്യോയിലാണ് F2-ൽ കിട്ടിയിട്ടുള്ളത്. സോ ഇതൊരു മെൻഡേലിയൻ റേഷ്യോ അല്ല. അപ്പം അതിൻ്റെ ഒരു ക്രോസാണ് ഞാനിനി ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 വൈറ്റ് വെറൈറ്റിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് ആറും സിയും ആണ്. 2 ജീൻസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി RC എന്ന് പറഞ്ഞിട്ടുള്ള 2 ലെറ്റേഴ്സാണ് യൂസ് ചെയ്തത്. ആൻഡ് തേർഡ് എക്സ്പെരിമെൻറ്റിൽ ഞാൻ സിയും പിയും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം
ക്യാപിറ്റൽ സി സ്മോൾ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറ്റ് വെറൈറ്റിയും സ്മോൾ സി ക്യാപിറ്റൽ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറ്റ് വെറൈറ്റിയും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വൈറ്റ് ആയെന്ന് മനസ്സിലായല്ലോ. ഇത് നമ്മൾ കോംപ്ലിമെൻ്ററി ജീൻ ആക്ഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്യാപിറ്റൽ സി വന്നു ആൻഡ് ഒന്നെങ്കിലും ഈ പി എന്ന് പറഞ്ഞിട്ടുള്ള ജീൻസിൻ്റെ കേസിൽ ഒരു അലീലെങ്കിലും ഡോമിനൻ്റ് കണ്ടീഷനിൽ വരണം. അതായത് ഓരോ ജീൻസിനും ഒരു അലീലെങ്കിലും ഡോമിനൻ്റ് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതെന്താവുള്ളൂ, ഡോമിനൻ്റ് ക്യാരക്ടർ കാണിക്കുള്ളൂ. അപ്പോൾ ഈ രണ്ട് വൈറ്റിൻ്റെ കേസിലും ഓരോ ജീൻസിൻ്റെ രണ്ട് അലീൽസും റെസസീവ് കണ്ടീഷനിൽ വന്നതുകൊണ്ടാണ് ഇത് വൈറ്റ് ആയത്. സോ ഈ വൈറ്റിനെ ക്രോസ് ചെയ്ത സമയത്ത് കിട്ടിയിട്ടുള്ള F1 മൊത്തം എന്തായിരുന്നു, റെഡ് ആയിരുന്നു. അപ്പോൾ ഈ റെഡിൻ്റെ ജീനോടൈപ്പ് ഒന്ന് നോക്കുക, ക്യാപിറ്റൽ സി ക്യാപിറ്റൽ പി. അതായത് ഇവിടെ സിയിൽ ഒരു അലീലും ഡോമിനൻ്റ് ഉണ്ട്, പിയിൽ ഒരു അലീലും ഡോമിനൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് F1 എന്തായത്, റെഡ് ആയത്. ആൻഡ് ഈ റെഡിന് ഇനി സെൽഫ് പോളിനേഷൻ നടത്തുകയാണ്. സോ സെൽഫ് പോളിനേഷൻ നടത്തുന്ന സമയത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്, 4 മെയിലും 4 ഫീമെയിൽ ഗമീറ്റ്സ്, 4 ടൈപ്പ് ഗമീറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ ചെക്കർ ബോർഡ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ചെക്കർ ബോർഡിലെ ഫസ്റ്റ് കോളത്തിൽ നോക്കുക, ക്യാപിറ്റൽ പി മൊത്തം ഡോമിനൻ്റ് അലീൽസ് ആയതുകൊണ്ട് അത് റെഡാണ്. രണ്ടാമത്തെ കണ്ടീഷനിൽ ക്യാപിറ്റൽ പി സ്മോൾ പി, ഇതിലും ഓരോ അലീൽസ് വീതെങ്കിലും ഡോമിനൻ്റ് ഉള്ളതുകൊണ്ട് അതും റെഡാണ്. ദെൻ തേർഡ് കണ്ടീഷനിൽ ഓരോ അലീൽസ് വീതം ഡോമിനൻ്റ് ഉണ്ട്, സോ റെഡാണ്. ഫോർത്തിലും ഒന്നെങ്കിലും ഡോമിനൻ്റ് ഉണ്ട്, സോ റെഡാണ്. ദെൻ താഴെ ഫസ്റ്റ് കോളത്തിൻ്റെ താഴെ വരുന്നിടത്തും ഒന്നെങ്കിലും ഡോമിനൻ്റ് ഉണ്ട്, അതുകൊണ്ട് റെഡാണ്. ദെൻ വൈറ്റ് വരുന്നതിൻ്റെ ഒരു ജീനോ ടൈപ്പ് നോക്കുക, ക്യാപിറ്റൽ സി സ്മോൾ പി. ഇവിടെ വന്നു കഴിഞ്ഞപ്പം പിന്ന് ഒരു അലീൽസ് പോലും എന്തില്ല, ഡോമിനൻ്റ് കണ്ടീഷനിലില്ല. അതുകൊണ്ടാണ് അത് വൈറ്റ് ആയത്. അപ്പം ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു അലീലെങ്കിലും ഡോമിനൻ്റ് കണ്ടീഷനിൽ ഇല്ലാത്തത് മൊത്തം എന്തായിരിക്കും, വൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ക്രോസ് വരക്കാനും ഒരു എളുപ്പവഴിയുണ്ട്. നിങ്ങളിങ്ങനെ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഈ വയലറ്റ് കളറിലുള്ളതിനെ നമുക്കൊരു ട്രയാങ്കിളായിട്ട് വരക്കാം. സോ ഈ ട്രയാങ്കിൾ പാസ് ചെയ്യുന്ന റീജിയൻ മൊത്തം റെഡും ട്രയാങ്കിൾ പാസ് ചെയ്യാത്തത് വൈറ്റും ആണ്. ആൻഡ് ഇതിൽ 9 റെഡും അതേപോലെ 7 വൈറ്റും ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഷ്യോ 9:7 എന്നുള്ള റേഷ്യോ ആണ്. 9:7 റേഷ്യോയിൽ റെഡ് ഈസ് ടു വൈറ്റ് നമുക്ക് കിട്ടും. കളറേഷന് കാരണമായിട്ട് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് എ പിഗ്മെൻറ്റ് ആന്തോസയാനിൻ ആണ്. അതായത് ആന്തോസയാനിൻ ആണ് ആ ഫ്ലവറിന് റെഡ് കളർ കൊടുക്കുന്നത്. ആൻഡ് ആന്തോസയാനിൻ ഈസ് ഫോംഡ് ഫ്രം എ കളർലെസ് പ്രിക്വേഴ്സർ ക്രോമോജൻ. അതായത് കളറേഷന് ക്രോമോജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിക്കേഴ്സർ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യണം, എന്നിട്ട് അത് ആന്തോസയാനിനായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം ഈ ക്രോമോജൻ്റെ സിന്തസിസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇതിൽ വരുന്ന ഡിറ്റർമൈനർ ജീനും ക്രോമോജൻ്റെ കൺവേർഷൻ ടു ആന്തോസയാനിൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇതിലെ ഇനീഷ്യേറ്റർ ജീനുമാണ്. അതായത് ഇതിൽ 2 നോൺ അലിലിക് ജീൻസ് ആണ് കോംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പം കോംപ്ലിമെൻ്റ് ചെയ്യുന്ന 2 ജീൻസിൽ ഓരോ ജീൻസിൻ്റെയും ഒരു അലീലെങ്കിലും ഡോമിനൻ്റ് ഫോമിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് ക്രോമോജനെ പ്രൊഡ്യൂസ് ചെയ്യേ അല്ലെങ്കിൽ ക്രോമോജനെ ആന്തോസയാനിനായിട്ട് കൺവേർട്ട് ചെയ്യേ ചെയ്യുള്ളൂ. ഒന്നും കൂടി പറയാം, ഡോമിനൻ്റ് അലീൽ ഓഫ് ഡിറ്റർമൈനർ ജീൻ ഗവേൺസ് സിന്തസിസ് ഓഫ് ക്രോമോജൻ. അതായത് ഡിറ്റർമൈനർ ജീന് ക്രോമോജനെ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഡോമിനൻ്റ് അലീൽ ഓഫ് ഇനീഷ്യേറ്റർ ജീൻ ഗവേൺസ് കൺവേർഷൻ ഓഫ് ക്രോമോജൻ ടു ആന്തോസയാനിൻ. അപ്പം 2ൻ്റെ ഡോമിനൻ്റ് അലീലിനും ഓരോ സ്പെഷ്യൽ റോൾ ഉണ്ട്. ഒന്നിൻ്റെ ഡോമിനൻ്റ് അലീൽ ക്രോമോജനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ക്രോമോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അലീൽ ഡോമിനൻ്റ് ഫോമിൽ ഇല്ലെങ്കിൽ ക്രോമോജൻ്റെ പ്രൊഡക്ഷൻ നടക്കില്ല. സോ അത് കൺവേർട്ട് ചെയ്ത് ആന്തോസയാനിൻ ആവില്ല. ദെൻ ഡിറ്റർമൈനർ ജീന് ഡോമിനൻ്റ് കണ്ടീഷനിൽ ഉണ്ടെങ്കിൽ അത് ക്രോമോജൻ സിന്തസൈസ് ചെയ്യും. പക്ഷേ അത് ആന്തോസയാനിനായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇനീഷ്യേറ്റർ ജീന് ഡോമിനൻ്റ് കണ്ടീഷനിൽ വേണം. അതില്ലെങ്കിൽ ആന്തോസയാനിനായിട്ട് കൺവേർട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അതിൽ കളർ ഉണ്ടാവില്ല. If any dominant allele is absent, flower become colorless. അപ്പോൾ 2 ഡോമിനൻ്റ് അലീലിൽ 2 ജീൻസിലും ഒരു അലീലെങ്കിലും ഡോമിനൻ്റ് കണ്ടീഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ, കളേർഡ് ആവുള്ളൂ, അല്ലെങ്കിൽ കളർലെസ് ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് ഡോമിനൻ്റ് ഫോമിൽ ഇല്ലെങ്കിൽ അത് കളർലെസ് ആയിരിക്കും. ഇഫ് ഡോമിനൻ്റ് അലീൽ ഓഫ് ഡിറ്റർമൈനർ ഈസ് ആബ്സെൻറ്റ്,
chromogen will not be produced. If dominant allele of initiator is absent, conversion of chromogen will not takes place. നോൺ അലിനിക് ഇൻട്രാക്ഷനിൽ നമുക്ക് രണ്ടാമതായിട്ട് പഠിക്കാനുള്ളത് എപ്പിസ്റ്റാസിസ് ആണ്. എപ്പിസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റെസിപ്രോക്കൽ ജീൻ ഇൻട്രാക്ഷൻ ഇൻ വിച്ച് വൺ ജീൻ സപ്രസസ് ദ എക്സ്പ്രഷൻ ഓഫ് അനദർ നോൺ അലിലിക് ജീൻ. അപ്പോൾ ഇതൊരു നോൺ അലിലിക് ജീൻ ഇൻട്രാക്ഷൻ ആണ്. രണ്ട് ഡിഫറെൻറ്റ് ക്രോമസോമുമലോ അല്ലെങ്കിൽ ഒരു ക്രോമസോമിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് പൊസിഷനിലോ കാണുന്ന ടു ഡിഫറെൻറ്റ് ജീൻസിൻ്റെ എന്താ പറയുക ഒരു ഇൻ്ററാക്ഷൻ ആണ്. ആൻഡ് ഇൻ്ററാക്ഷൻ എങ്ങനെയാണ്? ഒരു ജീന് വേറൊരു ജീനിനെ സപ്രസ് ചെയ്യും. സപ്രസ് ചെയ്യുന്ന ജീനിനെ എപ്പിസ്റ്റാറ്റിക് ജീൻ എന്നും സപ്രസ്ഡ് ജീനിനെ ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ എന്നും പറയും. ആൻഡ് ദർ ആർ ടു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എപ്പിസ്റ്റാസിസ്. ഒന്ന് ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് ആൻഡ് രണ്ടാമത്തത് റെസസീവ് എപ്പിസ്റ്റാസിസ്. ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോമിനൻ്റ് അലീൽ ഓഫ് വൺ ജീൻ സപ്രസസ് ദ എക്സ്പ്രഷൻ ഓഫ് അനദർ ജീൻ. അതായത് ഡോമിനൻ്റ് അലീലായിരിക്കും വേറൊരു ജീനിനെ സപ്രസ് ചെയ്യുക. അതായത് ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസിൻ്റെ കേസിൽ ഒരു പെർട്ടിക്കുലർ അലീൽ ഡോമിനൻ്റ് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു ജീനിനെ സപ്രസ് ചെയ്യും. റെസസീവ് എപ്പിസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോസൈഗസ് റെസസീവ് ജീൻ സപ്രസസ് ദ എക്സ്പ്രഷൻ ഓഫ് അനദർ ജീൻ. അതായത് ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷനിൽ വരുന്ന കേസിൽ മാത്രം അതെന്ത് ചെയ്യും? വേറൊരു ജീനിനെ സപ്രസ് ചെയ്യും. എപ്പിസ്റ്റാസിസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് മാത്രമാണ്. റെസസീവ് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് മീൻസ് ഡോമിനൻ്റ് അലീൽ ഓഫ് വൺ ജീൻ സപ്രസസ് ദ എക്സ്പ്രഷൻ ഓഫ് അനദർ ജീൻ. If gene A is epistatic and gene B is hypostatic, hypostatic gene will be expressed only when epistatic gene exists in double recessive state. അപ്പം ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡോമിനൻ്റ് അലീലാണ് വേറൊരു ജീനിനെ സപ്രസ് ചെയ്യുക. ആൻഡ് ഡോമിനൻ്റ് അലീൽ വേറൊരു ജീനിനെ സപ്രസ് ചെയ്യുന്ന ആ ഡോമിനൻ്റ് അലീലിനെ നമ്മൾ എപ്പിസ്റ്റാറ്റിക് ജീൻ എന്നും ആൻഡ് ഏതിനെയാണോ സപ്രസ് ചെയ്യുന്നത് അതിനെ ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ എന്നും പറയും. അപ്പം ഈ ഒരു കേസിൽ ഹൈപ്പോസ്റ്റാറ്റിക് ജീനിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം എപ്പോൾ മാത്രമാണ്? ഡബിൾ റെസസീവ് കണ്ടീഷനിലാണ് എപ്പിസ്റ്റാറ്റിക് ജീൻ എങ്കിൽ മാത്രമേ നമുക്ക് ഹൈപ്പോസ്റ്റാറ്റിക് ജീനിൻ്റെ ഫീനോടൈപ്പ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഫ്രൂട്ട് കളർ ഇൻ സമ്മർ സ്ക്വാഷ്, കുക്കുർബിറ്റ പെപ്പോൻ്റെ ഫ്രൂട്ട് കളറാണ് അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഫ്രൂട്ട് കളർ ഇൻ സമ്മർ സ്ക്വാഷ് അല്ലെങ്കിൽ കുക്കുർബിറ്റ പെപ്പോ ആണ്. ആൻഡ് ഈ കുക്കുർബിറ്റ പെപ്പോൻ്റെ കേസിൽ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട് കളേഴ്സ് ഉള്ളത്. വൈറ്റ്, യെല്ലോ ആൻഡ് ഗ്രീൻ. ഈ 3 കളറിലാണ് നമ്മളിതിൻ്റെ ഫ്രൂട്ട്സ് കാണുക. ആൻഡ് ഇതിൽ നമ്മൾ എപ്പിസ്റ്റാസിസ് പറയുന്നത് അതും ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് ആണ്. സോ ഇതിൽ എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ W ആണ്. ആൻഡ് ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ എന്ന് പറഞ്ഞത് Y ആണ്, ക്യാപിറ്റൽ Y. അപ്പോൾ ക്യാപിറ്റൽ W ഒരു അലീലെങ്കിലും ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡോമിനൻ്റ് കണ്ടീഷനിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫീനോടൈപ്പ് എന്തായിരിക്കും? ഡോമിനൻ്റ് ഫീനോടൈപ്പ് ആയിരിക്കും. ആൻഡ് ഇവിടെ ഡോമിനൻ്റ് ഫീനോടൈപ്പ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് വൈറ്റ് ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ക്രോസിലേക്ക് നോക്കുക. നമ്മൾ വൈറ്റ് ആൻഡ് യെല്ലോ ആണ് പാരൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ വൈറ്റ് ആയിട്ടുള്ള പാരൻറ്റിൻ്റെ ജീനോടൈപ്പ് നോക്കുന്ന സമയത്ത് ക്യാപിറ്റൽ W സ്മോൾ y എന്നാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് വൈറ്റ് ആയത്? എപ്പിസ്റ്റാറ്റിക് ജീനായിട്ടുള്ള W ഒന്നെങ്കിലും ഡോമിനൻ്റ് ഫോമിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫീനോടൈപ്പ് വൈറ്റ് ആയിരിക്കും. ഇവിടെ രണ്ടും ഡോമിനൻ്റ് ആണ്, അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും വേണം എന്നാ. സോ രണ്ടും ഉള്ളതുകൊണ്ട് തന്നെ അത് വൈറ്റാണ്. ദെൻ രണ്ടാമത്തെ പാരൻ്റ് എന്തുകൊണ്ടാണ് യെല്ലോ ആയത്? സ്മോൾ w ക്യാപിറ്റൽ Y എന്നാണ്. ഇതിൽ എപ്പിസ്റ്റാറ്റിക് ജീനായിട്ടുള്ള W എന്ന് പറഞ്ഞത് ഡോമിനൻ്റ് കണ്ടീഷനിൽ ഒന്നുപോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഹൈപ്പോസ്റ്റാറ്റിക് ആയിട്ടുള്ള ജീനിൻ്റെ ഫീനോടൈപ്പാണ് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ അത് യെല്ലോ ആയിരിക്കും. അപ്പോൾ വൈറ്റ് ആൻഡ് യെല്ലോനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന F1 എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ W സ്മോൾ w ക്യാപിറ്റൽ Y സ്മോൾ y ആണ്. അതും വൈറ്റ് ആണ്, കാരണം എപ്പിസ്റ്റാറ്റിക് ജീനിൻ്റെ ഒരു അലീൽ ഡോമിനൻ്റാണ്. ദെൻ സെൽഫ് പോളിനേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോജനീസ് എന്ന് പറഞ്ഞത് 12:3:1 റേഷ്യോയിൽ വൈറ്റ്, യെല്ലോ ആൻഡ് ഗ്രീനിനെ നമുക്ക് 12:3:1 റേഷ്യോയിൽ കിട്ടും.
അപ്പോൾ ഇതാണ് നമ്മളുടെ F1. അത് വൈറ്റ് ആണ്. അതിന് കാരണം നമ്മൾ പറഞ്ഞു ഇതിൽ ഒരു അലീലെങ്കിലും എപ്പിസ്റ്റാറ്റിക് ജീൻ ഉണ്ട്. ദെൻ ഈ കാണിച്ചിട്ടുള്ളത് മെയിൽ ഗമീറ്റ്സും ഈ കാണിച്ചിട്ടുള്ളത് ഫീമെയിൽ ഗമീറ്റ്സും ആണ്. ദെൻ അതിനെ നമ്മൾ ഓരോ പൊസിഷനിൽ മാർക്ക് ചെയ്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സിനെ ഈ 4 കോളങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി അതിൻ്റെ ചെക്കർ ബോർഡിലേക്കൊന്ന് നോക്കുക. ചെക്കർ ബോർഡിൽ 12:3:1 ആണ് റേഷ്യോ കിട്ടിയിട്ടുള്ളത്. സോ ഈ വൈറ്റിൽ കാണിച്ചത് മൊത്തം വൈറ്റും യെല്ലോയിൽ കാണിച്ചിട്ടുള്ളത് യെല്ലോയും ഗ്രീനിൽ കാണിച്ചിട്ടുള്ളത് ഗ്രീനുമാണ്. സോ എന്തുകൊണ്ടാണ് ഇവരൊക്കെ വൈറ്റ് ആയത്? ഒരു എപ്പിസ്റ്റാറ്റിക് ജീനെങ്കിലും ഡോമിനന്റ് കണ്ടീഷനിലുണ്ട്. ഈ വൈറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു W എങ്കിലും ക്യാപിറ്റലിൽ എഴുതിയിട്ടുണ്ടാവും. സോ ഒരു W എങ്കിലും ക്യാപിറ്റലിൽ എഴുതിയിട്ടുള്ളതിൻ്റെ ഒക്കെ ഫീനോടൈപ്പ് എന്താണ്? വൈറ്റ് ആണ്. കാരണം അത് ഹൈപ്പോസ്റ്റാറ്റിക് ജീനിന്റെ ഫീനോടൈപ്പിനെ സപ്രസ് ചെയ്യും. ദെൻ എന്തുകൊണ്ടാണ് ഈ 3 യെല്ലോ ആയത്? ഇതിൽ എപ്പിസ്റ്റാറ്റിക് ജീന് ഡബിൾ റെസസീവ് കണ്ടീഷനിലാണ്. കണ്ടോ, ഈ 3 കേസിലും എപ്പിസ്റ്റാറ്റിക് ജീന് ഡബിൾ റെസസീവ് കണ്ടീഷനിലാണ്. അപ്പോഴാണ് ഹൈപ്പോസ്റ്റാറ്റിക് ജീനിന്റെ ഫീനോടൈപ്പ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഫീനോടൈപ്പാണ് യെല്ലോ എന്ന് പറഞ്ഞത്. സോ അത് 3 യെല്ലോ ആയി. പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഗ്രീൻ ആയത്? ഇതിൽ എപ്പിസ്റ്റാറ്റിക് ജീന് ഡബിൾ റെസസീവ് കണ്ടീഷനിലാണ്, ഹൈപ്പോസ്റ്റാറ്റിക് ജീനും ഡബിൾ റെസസീവ് കണ്ടീഷനിലാണ്. സോ ഹൈപ്പോസ്റ്റാറ്റിക് ജീനിന്റെയും ഫീനോടൈപ്പ് ഉണ്ടാവില്ല. എല്ലാം ഡബിൾ റെസസീവ് കണ്ടീഷനിലായതുകൊണ്ട് തന്നെ ഇതിന്റെ കളറ് ഗ്രീൻ ആണ്. ക്ലിയർ ആണോ? അതായത് ഒരു അലീലെങ്കിലും എപ്പിസ്റ്റാറ്റിക് ജീന് ഡോമിനന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഫീനോടൈപ്പ് ആണ് ഇത് എക്സ്പ്രസ് ചെയ്യുക. ദെൻ ഡബിൾ റെസസീവ് കണ്ടീഷനിലാണ് എപ്പിസ്റ്റാറ്റിക് ജീനെങ്കിൽ ഹൈപ്പോസ്റ്റാറ്റിക് ജീനിന്റെ ഫീനോടൈപ്പ് ആണ് എക്സ്പ്രസ് ചെയ്യുക. ദെൻ ഒരു അലീലെങ്കിലും ഹൈപ്പോസ്റ്റാറ്റിക് ജീനും ഡോമിനന്റ് കണ്ടീഷനിൽ ഇല്ലെങ്കിൽ പിന്നെ വേറൊരു ഫീനോടൈപ്പ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ റേഷ്യോ 12:3:1. 12 വൈറ്റ് ഈസ് ടു 3 യെല്ലോ ഈസ് ടു 1 ഗ്രീൻ. നേരത്തെ നമ്മൾ ക്രോസിൽ പറഞ്ഞത് തന്നെയാണ്. അപ്പം ആ ഒരു ഡോമിനന്റ് എപ്പിസ്റ്റാസിസിനെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. സമ്മർ സ്ക്വാഷിന് 3 ഡിഫറെൻറ്റ് കളർ പാറ്റേൺസിലുള്ള ഫ്രൂട്ട്സ് ആണുള്ളത്, വൈറ്റ്, യെല്ലോ ആൻഡ് ഗ്രീൻ. These colors are determined by interaction between alleles of 2 genes W and Y. ഇതിൽ നമ്മൾ നേരത്തെ ക്രോസ് വരച്ചപ്പോൾ W and Y വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തത്. W എന്ന് പറഞ്ഞത് എപ്പിസ്റ്റാറ്റിക് ജീനും Y എന്ന് പറഞ്ഞത് ഹൈപ്പോസ്റ്റാറ്റിക് ജീനും ആണ്. ഈ ഒരു 2 ജീൻസിൻ്റെയും ഇൻ്ററാക്ഷൻ വഴിയാണ് നമുക്ക് അതിൻ്റെ ഫീനോടൈപ്സ് കിട്ടുന്നത്. വൈറ്റ് കളർ എന്ന് പറഞ്ഞത് ഡോമിനൻ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹോമോസൈഗസ് ആൻഡ് ഹെട്രോസൈഗസ് കണ്ടീഷൻ. അറ്റ്ലീസ്റ്റ് ഒരു W എങ്കിലും ഡോമിനന്റ് ഫോമിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫീനോടൈപ്പ് വൈറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഹോമോസൈഗസ് ആൻഡ് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ആ ഒരു പെർട്ടിക്കുലർ ഫ്രൂട്ടിൻ്റെ കളർ എന്തായിരിക്കും? വൈറ്റ് ആയിരിക്കും. ഹിയർ എപ്പിസ്റ്റാറ്റിക് ജീൻ W മാസ്ക് ദ എഫക്റ്റ് ഓഫ് ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ Y. അതായത് ഹൈപ്പോസ്റ്റാറ്റിക് ജീന് ഡോമിനന്റ് കണ്ടീഷനിൽ വന്നാൽ കൂടി എന്ത് ചെയ്യൂല? അതിൻ്റെ ഫീനോടൈപ്പ് കാണിക്കൂല. കാരണം ക്യാപിറ്റൽ W ഒരു എപ്പിസ്റ്റാറ്റിക് ജീനാണ്. അത് ഹൈപ്പോസ്റ്റാറ്റിക് ജീനിൻ്റെ എക്സ്പ്രഷനെ സപ്രസ് ചെയ്യും. യെല്ലോ ആൻഡ് ഗ്രീൻ കളേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ എപ്പിസ്റ്റാറ്റിക് ജീൻ എക്സിസ്റ്റ് ഇൻ ഡബിൾ റെസസീവ് കണ്ടീഷൻ. അതായത് യെല്ലോ ആൻഡ് ഗ്രീൻ നമ്മൾ 12:3:1 റേഷ്യോയിൽ 3:1, ആ ലാസ്റ്റത്തെ 3:1 മാത്രമാണ് യെല്ലോ ആൻഡ് ഗ്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ബട്ട് ബാക്കി 12 എന്താണ്? വൈറ്റ് ആണ്. അപ്പം യെല്ലോ ആൻഡ് ഗ്രീൻ കാണണമെങ്കിൽ എപ്പിസ്റ്റാറ്റിക് ജീൻ ഡബിൾ റെസസീവ് കണ്ടീഷനിൽ വരണം. അതായത് സ്മോൾ w കണ്ടീഷനിൽ വന്നാൽ മാത്രമേ നമുക്ക് യെല്ലോ ആൻഡ് ഗ്രീൻ ആയിട്ടുള്ള ഫീനോടൈപ്സിനെ കാണാൻ പറ്റൂ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അലീലിക് ഇൻട്രാക്ഷൻ്റെ ഒരു എക്സാമ്പിളും നോൺ അലീലിക് ഇൻട്രാക്ഷൻ്റെ 2 എക്സാമ്പിളുമാണ് പഠിച്ചിട്ടുള്ളത്. അലീലിക് ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോമോലോഗസ് ക്രോമസോം പെയറിൽ കാണുന്ന 2 ഡിഫറെൻറ്റ് അലീൽസ് ഇൻ്ററാക്ട് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് അലീലിക് ഇൻട്രാക്ഷൻ എന്ന് പറയുക. എക്സാമ്പിൾ പഠിച്ചത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നാണ് ആ വേർഡ് തന്നെ ഉണ്ട്. അതായത് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ മെൻഡേലിയൻ റേഷ്യോയിൽ അത് റെപ്രസെൻ്റ് ചെയ്തിരുന്നത് ഡോമിനൻ്റ് പാരൻറ്റിൻ്റെ ഫീനോടൈപ്പ് ആയിരുന്നുവെങ്കിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ അതിന് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീനോടൈപ്പ് ഉണ്ടായിരിക്കും. അത് ഡോമിനൻ്റ് ആയിട്ടുള്ള പാരൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യൂല.
എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫ്ലവർ കളർ ഇൻ മിറാബിലിസ് ജാലപ്പയാണ്. ആൻഡ് അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റേഷ്യോ എന്ന് പറഞ്ഞത് 1:2:1 ആയിരുന്നു. 1 റെഡ് 2 പിങ്ക് ആൻഡ് 1 വൈറ്റ്. ദെൻ രണ്ടാമത്തത് നോൺ അലീലിക് ഇൻട്രാക്ഷൻ ആണ്. നോൺ അലീലിക് ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഹോമോലോഗസ് ക്രോമസോം പെയേഴ്സിൽ കാണുന്ന 2 ഡിഫറെൻറ്റ് ജീൻസ് ഇൻ്ററാക്ട് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നോൺ അലീലിക് ഇൻട്രാക്ഷൻ എന്ന് പറയാം. ദെൻ നോൺ അലീലിക് ഇൻട്രാക്ഷനിൽ നമ്മൾ കോംപ്ലിമെൻ്ററി ജീൻ ആക്ഷൻ ആണ് ഫസ്റ്റ് പഠിച്ചിട്ടുള്ളത്. ആ വേർഡിൽ തന്നെ ഉണ്ട് കോംപ്ലിമെൻ്ററി ജീൻ ആക്ഷൻ എന്നാണ്. കോംപ്ലിമെൻ്റ് ചെയ്യുക, രണ്ട് ഹോമോലോഗസ് ക്രോമസോം പെയേഴ്സിൽ കാണുന്ന 2 ഡിഫറെൻറ്റ് ജീൻസ് കോംപ്ലിമെൻ്റ് ചെയ്തിട്ടാണ് ഒരു പെർട്ടിക്കുലർ ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ രണ്ട് ജീൻസിൻ്റെയും ഒരു അലീലെങ്കിലും അറ്റ്ലീസ്റ്റ് 1 അലീലെങ്കിലും ഡോമിനൻറ്റ് കണ്ടീഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പെർട്ടിക്കുലർ ഫീനോടൈപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഡോമിനൻ്റ് ഫീനോടൈപ്പ് കാണാൻ പറ്റൂ. അതിനെയാണ് കോംപ്ലിമെൻ്ററി ജീൻ ആക്ഷൻ എന്ന് പറയുക. അപ്പോൾ കോംപ്ലിമെൻ്റ് ചെയ്യാണ്, ഓരോ ജീനും അതിൻ്റെ സംഭാവന കൊടുത്തിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഫ്ലവർ കളർ ഇൻ സ്വീറ്റ് പീ ആണ്. അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞത് 9:7 ആണ്. ദെൻ മൂന്നാമത് ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ്. ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോമിനൻ്റ് അലീല് വേറെ ജീൻസിൻ്റെ അലീൽസിനെ അല്ലെങ്കിൽ വേറൊരു ജീനിനെ സപ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഫീനോടൈപ്പിനെ സപ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുക. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഫ്രൂട്ട് കളർ ഇൻ സമ്മർ സ്ക്വാഷ് ആണ്. ആൻഡ് അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 12:3:1 ആണ്. 12 ആയിരിക്കും അതിൻ്റെ ഡോമിനൻ്റ് ആയിട്ടുള്ള, അതായത് ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡോമിനൻ്റ് അലീലിൻ്റെ ഫീനോടൈപ്പ് അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞത് നമ്മൾ 12 ആ ഒരു റേഷ്യോയിൽ 12 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡോമിനൻ്റ് അലീലിനെയാണ്. അപ്പോൾ അത് വേറുള്ള അലീൽസിന് അറ്റ്ലീസ്റ്റ് ഒരു അലീലെങ്കിലും ഡോമിനൻ്റ് കണ്ടീഷനിൽ ഉണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ജീൻസിനെ മൊത്തം എന്ത് ചെയ്യും, സപ്രസ് ചെയ്യും.